SPB കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്ന ഗാനം ചെന്നൈയിലെ വുഡ്ലാൻഡ്സ് ഹോട്ടലിലാണ് പാട്ട് എഴുതാൻ വേണ്ടി എഴുത്തുകാരൻ PK ഗോപി താമസിക്കുന്നത്. ചിത്രത്തിന്റെ സംവിധായകൻ ജോമോൻ പാട്ടിന്റെ പശ്ചാത്തലം വിശദീകരിച്ച് നൽകി. ഒരു വാക്മാനിൽ ഇളയരാജ നൽകിയ ട്യൂണുമായി അങ്ങനെ കഴിച്ചുകൂട്ടുകയാണ് PK ഗോപി. ഒരു രാത്രി കൊണ്ട് ആ വരികൾ അദ്ദേഹം എഴുതി തീർത്തു. ഇളയരാജ എന്ന ലെജൻഡിനൊപ്പം വർക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു PK ഗോപി. മറ്റൊരു ത്രില്ല് ഈ പാട്ട് പാടാൻ പോകുന്നത് SP ബാലസുബ്രഹ്മണ്യമാണ്. അങ്ങനെ ഒരു മികച്ച കോംബോയിൽ പുറത്തു വന്ന ഗാനം മലയാളികൾക്ക് എല്ലാ കാലത്തേക്കുമായി സ്വന്തമായി. അപ്പോൾ ഈ പാട്ടിൽ ഞാൻ രചിച്ചു എന്നുള്ളതല്ല പ്രാധാന്യം. ഇത് SP ബാലസുബ്രഹ്മണ്യം, ചിത്ര ഇവരൊക്കെ പാടി ഇളയരാജയുടെ സാന്നിധ്യം അതിലുണ്ടായി എന്നുള്ളതാണ് ഈ പാട്ടിൻ്റെ സൗഭാഗ്യ ഘടകങ്ങളായി വന്നു ചേരുന്നത്. ചില വാക്കുകൾ ഉച്ചരിക്കുമ്പോഴുള്ള അതിൻ്റെ ധ്വനി സവിശേഷതയും അതിൻ്റെ വ്യക്തതയും അദ്ദേഹത്തിൻ്റെ നാവിൽ വഴങ്ങുമായിരുന്നില്ല. അതിന് എത്രയോ പ്രാവശ്യം വോയിസ് റൂമിൽ കയറിയിറങ്ങാനുള്ള ഒരു സന്ദർഭം എനിക്കുണ്ടായി എന്നത് ഏറ്റവും സുന്ദരമായ ഒരു ഓർമ്മയായി മനസ്സിൽ ഞാൻ സൂക്ഷിക്കുന്നുണ്ട് ഇപ്പോഴും. കാലം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നു. മലയാളികൾ പല രീതിയിൽ പല ഭാവത്തിൽ ഈ പാട്ട് കേട്ടു. അതാണ് കാമ്പുള്ള സംഗീതത്തിൻ്റെ ശക്തി.